ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അരി കഴുകി വെറുതെ കളയുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെയുള്ള ഓട്ട്, പിച്ചള, ചെമ്പ് പാത്രങ്ങളൊക്കെ ഇതേപോലെ ക്ലാവ് പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കളയുന്ന വെള്ളം ഉപയോഗിച്ച് സ്വർണ്ണം പോലെ നമുക്ക് വെട്ടിത്തിളങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഉറപ്പായിട്ടും വിശ്വസിക്കണം. നമുക്ക് അരി കഴുകുന്ന വെള്ളം കൊണ്ട് നമ്മുടെ ഏത് പിച്ചള പാത്രങ്ങളും ഓട്ട്, ചെമ്പ് പാത്രങ്ങളും സ്വർണ്ണം പോലെ വെട്ടിത്തിളങ്ങാനായിട്ട് സാധിക്കും. അതിനായിട്ട് അരി കഴുകുന്ന വെള്ളം മാത്രം മതി. അരി നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ആദ്യത്തെ വെള്ളമാണ് വാർത്ത് വെക്കുന്നത്. ഇതേപോലെ നമ്മൾ അരി 2-3 പ്രാവശ്യം കഴുകുള്ളൂ. നമ്മൾ അരിയൊക്കെ പൊടിക്കാനിടുന്ന സമയത്താണെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലായിരിക്കും അരിയൊക്കെ ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പാത്രങ്ങളുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് ഈ വെള്ളം മാറ്റിയതിന് ശേഷം 2-3 പ്രാവശ്യം കഴുകുമ്പോൾ ആ ഒരു പാത്രം നല്ലതുപോലെ വെള്ളം നിറഞ്ഞു കിട്ടും. അതിനുശേഷം നിലവിളക്ക് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മളിത് ഇടാനായിട്ട്. നിലവിളക്ക് നന്നായിട്ട് ഊരിയതിന് ശേഷം എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണമയത്തോടു കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞൊരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിളക്കിൽ എണ്ണയോ തിരിയോ എണ്ണ അംശമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒരു ന്യൂസ് പേപ്പറിലോ കോട്ടൺ തുണിയിലോ എന്തെങ്കിലും നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് വയ്ക്കുക. ഞാനിപ്പോൾ ഒരു 4-5 മണിക്കൂർ ഈ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. രാവിലെ അരി കഴുകിയപ്പോഴും നമ്മൾ അരി ആട്ടാനിട്ട സമയത്തും ആ ഒരു അരി കഴുകിയ സമയത്തുമാണ് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളത്. രാവിലെ ഇട്ട് വച്ചതിന് ശേഷം നമ്മളൊരു വൈകുന്നേരം ആയപ്പോഴാണ് ഈ വിളക്ക് കഴുകുന്നത്. നമ്മൾ അത്രത്തോളം ക്ലാവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വിളക്കാണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്കത് കഴുകുമ്പോൾ സ്വർണ്ണം പോലെ വെട്ടിത്തിളങ്ങും. അപ്പോൾ കൂടുതൽ പച്ച ക്ലാവൊക്കെ പിടിച്ച നിലവിളക്കാണെങ്കിൽ നമ്മൾ കൂടുതൽ ടൈം ഇടണം. ഞാനൊരു 4-5 മണിക്കൂർ ഈ വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത്. ഞാൻ കാണിച്ച നിലവിളക്ക് അത്യാവശ്യം പച്ച ക്ലാവൊക്കെ പിടിച്ചത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് സോഫ്റ്റായിട്ട് ഒരു സോപ്പ് ഉപയോഗിച്ചിട്ടാണ് നന്നായിട്ട് പതച്ചെടുക്കുന്നത്. നമ്മൾ ഏതെങ്കിലും സോപ്പ് കൊണ്ടോ ലിക്വിഡ് കൊണ്ടോ നമ്മൾ അരി കഴുകിയ വെള്ളത്തിലിട്ടത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പതച്ച് കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട്. സ്ക്രബ്ബർ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. സ്ക്രബ്ബർ ഇട്ടാൽ വിളക്കിൽ പോറൽ വീഴും. പക്ഷേ ഈ വിളക്ക് അത്യാവശ്യം ക്ലാവൊക്കെ പിടിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന നിലവിളക്കാണെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് സോപ്പോ ഏതെങ്കിലും ലിക്വിഡോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പതപ്പിച്ച് കഴുകുക മാത്രം മതി. സോഫ്റ്റായിട്ടൊന്ന് നന്നായിട്ട് പതപ്പിച്ച് കഴുകി എടുത്തിട്ട് നല്ല വെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ വിളക്ക് സ്വർണ്ണം പോലെ വെട്ടിത്തിളങ്ങും. ഞാൻ ഗ്യാരൻറ്റിയാണ്. 5-10 മിനിറ്റൊന്നും ഇട്ടാൽ നമ്മുടെ ഈ ഒരുപാട് ക്ലാവ് പിടിച്ച നിലവിളക്കൊന്നും വൃത്തിയാകില്ല. കുറച്ച് കൂടുതൽ ടൈം നമ്മൾ ഇട്ടിരുന്നാൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. യാതൊരു ചിലവുമില്ല. 1 രൂപയുടെ ചിലവ് പോലും നമുക്ക് വരുന്നില്ല. നമ്മൾ വെറുതെ ഒന്ന് ഇട്ട് വച്ചതിന് ശേഷം നമ്മൾ കഴുകുമ്പോൾ നമ്മുടെ നിലവിളക്കൊക്കെ നല്ലൊരു വ്യത്യാസം വരും. ആ പച്ച ക്ലാവ് പിടിച്ച നിലവിളക്ക് നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്ത സമയത്ത് വീഡിയോ ഓണാക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പം നിങ്ങൾ വേറെ ഡൗട്ടൊന്നും വിചാരിക്കരുത്. ഞാൻ വിചാരിച്ചു വീഡിയോ ഓണായെന്ന്. പക്ഷേ ആ എണ്ണമയം കൊണ്ട് വീഡിയോ ഓണായിട്ടില്ല. അതുകൊണ്ടാണ് അത് ഊരിയതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റാത്തത്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട്. വീഡിയോ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ ഈ എണ്ണമയം കൊണ്ട് ഫോണിൽ ടച്ച് ചെയ്ത സമയത്ത് അത് ഓണായിട്ടില്ല. ഞാനത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം ജെനുവിൻ ആണെന്ന്.
എന്തായാലും ചിലവൊന്നുമില്ലല്ലോ, നമ്മൾ വെറുതെ കഴുകി കളയുന്ന അരിവെള്ളം കൊണ്ടാണല്ലോ നമ്മളിത് ട്രൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ടൈം കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.